ഗായ്സ്, അപ്പോൾ ഇന്നും ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ആമസോണൊന്നും അല്ല, ഇത് ഗുഡ് ബഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റാണ്. ഗട്ട് ക്ലീനിങ് അങ്ങനെയൊക്കെയാണ്. ഞാനിത് കുറേ നാളെ അതിൻ്റെ റീൽസ് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ വയറിന് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്നൊക്കെയാണ് പറയണത്. ഇതിൻ്റെ റിവ്യൂസ് ഞാൻ ആക്ച്വലി നോക്കിയിട്ട് മലയാളത്തിലൊന്നും ഇതിൻ്റെ ഒരു റിട്ട റിവ്യൂ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മേ ബി ഫസ്റ്റ് എവർ റിവ്യൂ ഇൻ മലയാളം ആയിരിക്കും എന്നാണ്. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നോക്കാം. 70 ml 14 യൂണിറ്റ്സ് എന്നാണ് ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു റെജിമെൻ എന്ന് പറയുന്നത് ഏകദേശം 70 ml ആണ്. നമുക്ക് തന്നെ ഞാനൊന്ന് മൊത്തം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഗുഡ് ബഗ് ഡെയിലി പ്രീബയോട്ടിക്സ് ഗട്ട് ക്ലീൻസ്. സോ 14 ഷോട്ട് ഉണ്ട് അത്. നമുക്കതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എഴുതിയേക്കണേന്നൊക്കെ നോക്കാം. അപ്പോൾ റെക്കമെൻഡഡ് യൂസേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഡ്രിങ്ക് 1 ഫുൾ പ്രീബയോട്ടിക് ഡീറ്റോക്സ് ഷോട്ട് എന്നാണ് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. ഇപ്പോൾ രാവിലെയാണ് ഇതെല്ലാം കഴിക്കേണ്ടത്. ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്. അപ്പോൾ രാവിലെ വേണം ഇത്, ഫുഡൊന്നും കഴിക്കാതെ കഴിക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും അത് കഴിക്കൽ നടക്കില്ല. ഞാനപ്പോൾ ഇപ്പോൾ ഒന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെയായിരുന്നു ഓർത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നടക്കില്ല. രാവിലെ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലൊരു ലെറ്റർ പാഡ് പോലൊരു ഇത് വന്നിട്ടുണ്ട്. ക്ലിനിക്കലി പ്രൂവൺ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. ദെൻ 14 ചെറിയ ചെറിയ ബോട്ടിൽസും വന്നിട്ടുണ്ട്. എനിവേ എന്തായാലും ഞാൻ നാളെ ഇത് പൊട്ടിച്ച് കുടിക്കുന്നതൊക്കെ കാണിക്കാം. നമ്മളെന്തായാലും ഇത് 14 ദിവസം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്, ഇത് കൊണ്ടിട്ട് ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇവർ പറയുന്നത് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളതെല്ലാം മാറും എന്നൊക്കെയാണ്. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. എന്നിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ, ഫസ്റ്റ് എവർ റിവ്യൂ ഇൻ മലയാളം ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിപ്പോൾ, ഫസ്റ്റ് ഡേ നമ്മുടെ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നന്നായിട്ട് നിളക്കാം. ഇപ്പോൾ വർക്കൗട്ടിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ച് നോക്കുക എന്താണ് അവസ്ഥ എന്നൊക്കെയുള്ളത്. വല്ലാത്തൊരു കളറാണ്. ജീരകത്തിൻ്റെയൊക്കെ ടൈപ്പ് ഒരു സ്മെല്ലാണ്. ഒന്ന് ജസ്റ്റ് കുടിച്ചു നോക്കാം. ജീരകത്തിൻ്റെയൊക്കെ ടൈപ്പ് ഒരു ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഡേ 1 ആണ്. 14 ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറയാം. സോ ഇന്നിപ്പോൾ ഇത് 8th ഡേ ആണ്. 7 ദിവസം കുടിച്ച് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ചെറുതായിട്ട് ഭയങ്കര എപ്പോഴുള്ള ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ബൈ ദ വേ നമുക്ക് കുടിച്ച് നോക്കാം. എന്തായാലും ഞാനിത് 14 ഡേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയുന്നതാണ്. ഇത് നന്നായിട്ട് ഷെയ്ക്കാണ്. ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു, ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. ഇനിയിപ്പോൾ എന്തായാലും ഞാനിത് 14 ഡേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ റിവ്യൂ ആയിട്ട് പറയാം. ഗായ്സ്, അപ്പോൾ ഇന്ന് 14th ഡേ ആണിത്, 14ാമത്തെ ദിവസം. ഇത് ആക്ച്വലി തണുപ്പിച്ച് കുടിച്ചിട്ട് കൊള്ളാം. ആ ടേസ്റ്റ്, ആ ഒരു കുത്തലോ അങ്ങനെ ഒന്നും അറിയുന്നില്ല. പക്ഷേ അല്ലാതെ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കുടിക്കാൻ. ബട്ട് കുടിച്ച് ശീലമായി കഴിയുമ്പോൾ പിന്നെ വലിയ പ്രശ്നം തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് 14th ഡേ ഒന്ന് ട്രൈ ചെയ്യാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലാതെ ഇതൊരു കുത്തലാണ്. ബട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ചിട്ട് കൊള്ളാമോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.